ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിന്ന് പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പലപ്പോഴും വാഹനം പലരും യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന ഒരു ചെറിയൊരു കാര്യം. അതൊരു വലിയ തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റായിട്ട് ഞാൻ പറയത്തില്ല. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് വഴിതിരിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും നമ്മുടെ വാഹനത്തിനകത്തിരുന്ന് ഫുഡ് കഴിക്കുന്ന ഒരു കാര്യം. അതായത് നമുക്കറിയാം, നമ്മളെല്ലാം ചെയ്യാറുണ്ടെങ്കിൽ പോലും ചിലരതൊട്ടും ചെയ്യാറില്ല. വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ പലരും ഞാൻ കണ്ടിട്ടുണ്ട് വാഹനത്തിനകത്തിരുന്ന് ഫുഡ് കഴിക്കുന്നത്, ഇൻക്ലൂഡിങ് മീ. ഞാൻ ഉൾപ്പെടെ വാഹനത്തിനകത്തിരുന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള വ്യക്തി തന്നെയാണ്. ഇല്ലെന്ന് പറയാൻ സാധിക്കത്തില്ല. പക്ഷേ അതിനുശേഷം വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ അതൊന്ന് വാക്യൂമൊക്കെ ചെയ്തു. കാരണം എങ്ങനെ നമ്മൾ കഴിച്ചെന്ന് പറഞ്ഞാലും കുറച്ചെങ്കിലും നമ്മുടെ വാഹനത്തിനകത്ത് ഉറപ്പായിട്ടും താഴെ വീഴുന്നതായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് വാഹനത്തിലിരുന്ന് കഴിച്ചാൽ കുഴപ്പം? കാരണം നമുക്കറിയാം, വാഹനത്തിലിരുന്ന് കഴിച്ചാൽ എന്താ സംഭവിക്കുന്നൊന്നും സംഭവിക്കാനില്ലല്ലോ. പക്ഷേ തെറ്റാണ്. വാഹനത്തിനകത്തിരുന്ന് കഴിച്ചാൽ എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലിരുന്ന് കഴിക്കുന്ന പോലെയല്ല നമ്മൾ വാഹനത്തിലിരുന്ന് കഴിക്കുന്നത്. കാരണം ഏതെങ്കിലും രീതിക്ക് ഇതിനകത്ത് ഒത്തിരി സ്ഥലമൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. ഈ പോക്കറ്റ്സും താഴോട്ടൊക്കെ വീണ് കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഫുഡ് വേസ്റ്റ് ഇതിനകത്തിരുന്ന് അത് ബാഡ് സ്മെല്ല് ഉണ്ടാക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ പോലും ശ്രദ്ധിക്കണമെന്നില്ല, താഴോട്ട് വീഴാം, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കുറച്ച് ഫുഡ് വെച്ച് മറന്നു പോകാനുള്ള ചാൻസസ്. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിനകത്ത് ബാഡ് സ്മെല്ല് ഉണ്ടാകാം. പിന്നെ വരാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ വാഹനത്തിലോട്ട് എലി കാര്യങ്ങളൊക്കെ കയറി വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഈ ബാഡ് സ്മെല്ല് ഉണ്ടാകുക എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഫംഗസോ വല്ലതൊക്കെ പിടിച്ച് താഴെ വീണ് ഫംഗസോ വല്ലതൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ അത് വാഹനത്തിൻ്റെ കാർപ്പറ്റിലോ കാര്യങ്ങളൊക്കെ പറ്റിപ്പിടിച്ച് പിന്നീട് അത് ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് നമ്മുടെ സീറ്റിലോട്ടോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. ഇതിപ്പം ലെതർ മെറ്റീരിയലൊക്കെ ആണെന്നുള്ളത്, റെക്സിൻ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നമുക്ക് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യാൻ സാധിക്കും. ക്ലോത്ത് മെറ്റീരിയലൊക്കെ ആണെങ്കിൽ അതിൻ്റെ പുറത്ത് എന്തെങ്കിലുമൊക്കെ വീണ് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാനും ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഫൗൾ സ്മെല്ല് നമ്മുടെ വാഹനത്തിനകത്ത് നിൽക്കും. നമ്മൾ പുറമേ നിന്ന് കയറി വരുമ്പോൾ നമുക്ക് പോലും തോന്നും ഈ വാഹനത്തിനകത്ത് എന്താണ് ഇത്രയും ഒരു മോശപ്പെട്ടൊരു മണം എന്ന് വിചാരിക്കും. അതുമൊക്കെ ഉണ്ടാക്കാനുള്ളൊരു കാരണം, അല്ലെങ്കിൽ അത് ഉണ്ടാകാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഫുഡ് വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ വാഹനത്തിനകത്ത് ഇരിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിനകത്തിരുന്ന് ഫുഡ് കഴിക്കാതിരിക്കാനേ ഞാൻ റെക്കമെൻഡ് ചെയ്തുള്ളൂ. ഒരു കാരണവശാലും വാഹനത്തിനകത്തിരുന്ന് ഫുഡ് കഴിക്കരുത്. ഇൻ കേസ് വേറെ ഓപ്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ വാഹനത്തിനകത്തിരുന്ന് ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞാൽ പോലും വാഷിങ്ങിന് കൊടുക്കുമ്പോൾ അത്രയും നല്ല വൃത്തിയായിട്ട് തന്നെ അകവും കാര്യങ്ങളൊക്കെ വാക്യൂം ചെയ്ത് നീറ്റാക്കാൻ ശ്രമിക്കുക. കാരണം മാറ്റിൻ്റെ പുറത്തൊക്കെ ആണെങ്കിലോ അല്ലെങ്കിൽ അതിൻ്റെ സൈഡിലോട്ടൊക്കെ വീണെന്ന് പറഞ്ഞാൽ പോലും ഇത് പിന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഉറപ്പായിട്ടും വാഹനത്തിനകത്തിരുന്ന് കഴിക്കാതെ ഇരിക്കാൻ ശ്രമിക്കുക. ഇനി ഞാൻ ഈ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് കൂടി ഇടുക. ഞങ്ങൾ കഴിക്കും, ഞങ്ങളുടെ വാഹനമാണ്, ഒരു കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. കാരണം ഈ ഫംഗസ് പിടിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഓട്ടം കുറവുള്ള വാഹനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം താഴത്തെ പോർഷനൊക്കെ മുഴുവൻ ഫംഗസും ഇതൊക്കെ പിടിച്ചിരിക്കുന്ന ഒരുപാട് വാഹനം ഞാൻ കണ്ടിട്ടുണ്ട്. ഫുഡ് വേസ്റ്റ് കാരണം വാഹനത്തിനകത്ത് കയറാൻ പറ്റാത്ത വാഹനങ്ങളും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. മീൻ മേടിച്ച് വാഹനത്തിനകത്ത് കൊണ്ടുവച്ച് അത് കളഞ്ഞ് മറന്നുപോയി എടുക്കാനെന്ന് പറഞ്ഞ് പുഴു വന്നിട്ടുള്ള വാഹനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഷോറൂമിലൊക്കെ ഇങ്ങനെ സർവീസിന് വരുന്ന സമയത്ത് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ആണ്. അത് ഞാനിപ്പോൾ എല്ലാവരായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് ശ്രദ്ധിക്കുക. വാഹനത്തിനകത്ത് ഫുഡോ അല്ലെങ്കിൽ ഫുഡ് വേസ്റ്റോ കാര്യങ്ങളൊക്കെ ഒന്ന് ഇടാതിരിക്കാൻ ശ്രമിക്കുക.